ഭാരതത്തിന്റെ ആദ്യ സൂര്യപഠന ഉപഗ്രഹം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തിനരികെ 1.5 ദശലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച് 126 ദിവസങ്ങൾ കൊണ്ടാണ് പേടകം അന്തിമ ഭ്രമണപഥത്തിൽ എത്തുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2-നായിരുന്നു ആദിത്യ L1ന്റെ വിക്ഷേപണം. സയൻസ് ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ഉണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി. ഐസൺ, വൈകുന്നേരം 4 മണിക്കും 4:30 ഇടയ്ക്ക് പേടകം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ISRO അറിയിച്ചിരിക്കുന്നത്. ISROയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഒപ്പം ഈ L1 ദൗത്യവുമായി ആദിത്യ L1 ദൗത്യവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. വിഷ്ണു, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് ആദിത്യ L1ൻ്റെ മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നത്, അതായത് കൃത്യമായ ആ ഓർബിറ്റിലേക്ക് എത്തിക്കുന്നതിന്, അതായത് ഹലോ ഓർബിറ്റിലേക്ക് എത്തിക്കുന്നതിനുള്ള മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ ആരംഭിച്ചു. അതിനുള്ള സ്വിച്ച് ഓൺ നടന്നു എന്നാണ് ഔദ്യോഗികമായി തന്നെ അനൗദ്യോഗികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ റിലീസുകളൊന്നും തന്നെ ISRO ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. ഇന്ന് 4 മണിക്കും 4:30 ഇടയിലാണ് കൃത്യമായി നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന L1 എന്ന് പറയുന്ന ആ പോയിന്റിന് ചുറ്റുമായി ഈ ഓർബിറ്റിലേക്ക് കൃത്യമായി ആദിത്യ L1നെ എത്തിക്കുക. ആദിത്യ L1 എന്ന് പറയുന്നത് തന്നെ ആദിത്യ ലാഗ്രാഞ്ചിയൻ പോയിന്റ് 1 എന്ന് പറയുന്ന ലാഗ്രാഞ്ചിയൻ പോയിന്റിലേക്ക് എത്തുന്ന ആദ്യത്തെ ഭാരതത്തിൻ്റെ ഒരു നിരീക്ഷണ ഉപഗ്രഹമാണ്. ഈ ലാഗ്രാഞ്ചിയൻ പോയിന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വളരെ കൃത്യമായി നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ, അതായത് 24 മണിക്കൂറും അല്ലെങ്കിൽ മുഴുവൻ സമയവും സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സൂര്യനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ സാധ്യമാകുന്ന ഒരു പോയിന്റാണ്. ആ പോയിന്റിൽ മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ, അതായത് മറ്റ് ഗ്രഹങ്ങളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ പകൽ രാത്രി എന്ന പോലെയുള്ള സംവിധാനങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ 24 മണിക്കൂറും അല്ലെങ്കിൽ ഭൂമിയിലെ 24 മണിക്കൂറും 365 ദിവസവും ഭൂമിയുടെ കാലഘട്ടം അനുസരിച്ചുള്ള സമയം മുഴുവൻ കൃത്യമായി സൂര്യനിരീക്ഷണം സാധ്യമാകുന്ന ഒരു സംവിധാനമാണ് ആദിത്യ L1 നിക്ഷേപിച്ചിരിക്കുന്ന ആ പ്രദേശം ലാഗ്രാഞ്ചിയൻ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ലാഗ്രാഞ്ചിയൻ പോയിന്റിലേക്ക് ഇത് കൃത്യമായി എത്തിക്കുന്നതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. അതായത് സൂര്യന് ഭൂമിയിൽ നിന്നുള്ള അകലത്തിൻ്റെ 10-1 മാത്രമാണ് ഈ 15 ലക്ഷം കിലോമീറ്റർ എന്ന് പറയുന്നത്. സ്വാഭാവികമായും നമുക്ക് അനുമാനിക്കാവുന്നതാണ്, ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള അകലം 1.5 കോടി കിലോമീറ്ററാണ്. 1.5 കോടി കിലോമീറ്ററിൽ നിന്ന് കിലോമീറ്ററോളം ദൂരെയുള്ള ഈ സൂര്യനെ നിരീക്ഷിക്കുന്നതിനെ ഏതാണ്ട് ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലാഗ്രാഞ്ചിയൻ പോയിന്റ്, സ്ഥിരമായി സൂര്യപ്രകാശം ലഭിക്കുന്ന, സൂര്യനെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കാൻ സാധ്യമാകുന്ന ലാഗ്രാഞ്ചിയൻ പോയിന്റിലേക്ക് വളരെ കൃത്യമായി L1നെ എത്തിക്കുക എന്ന ആദിത്യ L1നെ എത്തിക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ എത്തിയതിന് ശേഷം നിരവധി പരീക്ഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണ്, നമുക്കിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൂര്യനെ ചുറ്റും 24 മണിക്കൂറും അല്ലെങ്കിൽ മുഴുവൻ സമയവും സൂര്യനെ നോക്കിക്കൊണ്ടുള്ള നിരീക്ഷണം നടത്തുന്നതിനെ വീഴ്ചയില്ലാതെ നിരീക്ഷണം നടത്തുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഈ ആദിത്യ L1ലെ പേലോഡായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൊറോണോഗ്രാഫ് എന്ന് ഉദ്ദേശിക്കുന്ന സൂര്യ കൊറോണയെ നിരീക്ഷിക്കുന്നതിന് സോളാർ ഫ്ലെയിംസ് അല്ലെങ്കിൽ സോളാർ ഫ്ലയേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഫ്ലയറുകളെ പഠിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനമാണ്. ഈ സോളാർ ഫ്ലയറുകളെക്കുറിച്ച് പഠിക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിലേറെ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. കാരണം വൻതോതിൽ സ്പേസ് അസറ്റ്സ് ഉള്ള ഒരു ലോകമാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്. ഭാരതത്തിൻ്റെ നിരവധി സാറ്റലൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ ലോകമാകമാനമുള്ള നിരവധി സാറ്റലൈറ്റുകളുണ്ട്. ഇത്തരത്തിൽ സാറ്റലൈറ്റുകളെല്ലാം തന്നെ കമ്മ്യൂണിക്കേഷനും ഭൗമനിരീക്ഷണവും അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നതാണ്. അത്തരത്തിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ആ സ്പേസ് അസറ്റ്സിനെ അല്ലെങ്കിൽ ഈ ഉപഗ്രഹങ്ങളെ, സാറ്റലൈറ്റുകളെല്ലാം സുരക്ഷിതമായി സുരക്ഷിതമായി അവ നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സോളാർ ഫ്ലയറുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകളെ പ്രതികൂലമായി ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊറോണയിൽ നിന്നുള്ള സോളാർ ഫ്ലയറുകളെ കൃത്യമായി നിരീക്ഷിക്കേണ്ടത് ഒരു അനിവാര്യ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഉപകരണം, ഈ സോളാർ ഫ്ലയറുകളെ നിരീക്ഷിക്കുന്ന, കൊറോണയെ നിരീക്ഷിക്കുന്ന ഒരു ഉപകരണം വളരെ കൃത്യമായി വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് എന്ന് പറയുന്ന ഉപകരണം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്നുള്ളത് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് സ്യൂട്ട് എന്നറിയപ്പെടുന്നതാണ്. ഈ സൂട്ടിലെ ക്യാമറകൾ എടുത്ത പടങ്ങൾ, അൾട്രാവയലറ്റ് ഇമേജിംഗ് ക്യാമറകൾ എടുത്ത പടങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഏതാണ്ട് ഒരു മാസം മുമ്പ് ISRO പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഈ യാത്രാമധ്യേ, അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് ഏറെ ദൂരമുള്ള ഒരു കേന്ദ്രത്തിലെത്തിയപ്പോൾ ആ കൃത്യമായൊരു കേന്ദ്രത്തിൽ വെച്ച് ഇത്തരത്തിലുള്ള സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് ഉപയോഗിച്ചെടുത്ത സൂര്യൻ്റെ ചിത്രങ്ങളുണ്ടായിരുന്നു. ഈ ചിത്രങ്ങളെത്തി സൂര്യൻ്റെ ഡിസ്ക് എന്ന് പറയുന്നത്, അതായത് കൊറോണയ്ക്ക് അപ്പുറമുള്ള ഉൾഭാഗത്ത് കത്തിജ്വലിക്കുന്ന അവസ്ഥയിലുള്ളതിൻ്റെ ഏകദേശ രൂപം വരുന്ന അൾട്രാവയലറ്റ് ഫോട്ടോഗ്രാഫി ദൃശ്യങ്ങളാണ് അന്ന് പുറത്തുവിട്ടത്. വിവിധങ്ങളായ നിറങ്ങൾ ഉൾപ്പെടുന്ന സൂര്യൻ്റെ പൊതു സ്വഭാവത്തെയെല്ലാം തന്നെ കൃത്യമായി പഠിച്ച ആദ്യത്തെ ഒരു ഫോട്ടോഗ്രാഫി ആയിരുന്നു അത് നടന്നത് എന്നതാണ് ഏറെ പ്രത്യേകത. ഇനി വീണ്ടും
കൃത്യമായി ആ പൊസിഷനിൽ L1 എത്തുമ്പോൾ ആദിത്യ L1 ലാഗ്രാഞ്ചിയൻ പോയിന്റിലെത്തുമ്പോൾ കൂടുതൽ മിഴിവാർന്ന ചിത്രങ്ങൾ പകർത്താനാകുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. അത്തരത്തിലുള്ള ചിത്രങ്ങൾ ഏറെ പ്രയോജനകരമാണ്. ഭൗമശാസ്ത്ര പഠനങ്ങൾ സൂര്യനെക്കുറിച്ചുള്ള പഠനങ്ങളിലെല്ലാം തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. മാത്രമല്ല പിന്നീട് സോളാർ എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി, ലോ എനർജി ആൻഡ് ഹൈ എനർജി സ്പെക്ട്രോസ്കോപ്പുകളാണ് പിന്നെ ഉള്ളത്, സ്പെക്ട്രോമീറ്ററുകളാണുള്ളത്. ഇതിൽ നിന്നും കൃത്യമായി എക്സ്റേയുടെ സാന്നിധ്യം പഠിക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഘടകം, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ 4 സംവിധാനങ്ങൾ, എക്സ്റേ സ്പെക്ട്രോമീറ്ററുകൾ, 2 എക്സ്റേ സ്പെക്ട്രോമീറ്ററുകളും അതുപോലെ തന്നെ ഈ സോളാർ കൊറോണോഗ്രാഫി ചെയ്യുന്നതും അതുപോലെ തന്നെ അൾട്രാവയലറ്റ് ടെലിസ്കോപ്പിനും പുറമേ 2 ഉപകരണങ്ങൾ കൂടിയുണ്ട്. അതാണ് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ പ്രദേശത്തെ ഇപ്പോൾ ആദിത്യ L1 ചെന്നെത്തിയിരിക്കുന്ന ലാഗ്രാഞ്ചിയൻ പോയിന്റിലെ വിൻഡ് പാർട്ടിക്കിളുകളെ കുറിച്ച് പഠിക്കുന്നതിന് ഉള്ളൊരു സംവിധാനമാണ്. അതുപോലെ തന്നെ പേപ്പ എന്ന് പറയുന്ന പ്ലാസ്മ, അതായത് ആ പ്രദേശത്തെ 4ാമത്തെ ദ്രവ്യാവസ്ഥയെക്കുറിച്ച്, അതായത് നമുക്ക് അറിയാവുന്നതാണ് ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയെ പ്ലാസ്മ എന്നാണ് അറിയപ്പെടുന്നത്. ആ പ്ലാസ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള സംവിധാനവുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പഠിക്കേണ്ടതിൻ്റെ അനിവാര്യത വളരെ അതീവ ഗൗരവതരമാണ്. കാരണം ഇപ്പോൾ സോളാർ കൊറോണോഗ്രാഫിൻ്റെ പഠനം നടത്തേണ്ടത് സൂര്യൻ്റെ ഊർജ്ജം, ആ ഫ്ലയറുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഉഷ്ണ കിരണങ്ങൾ ഉണ്ടാകുന്നത് സംബന്ധിച്ചും അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അൾട്രാവയലറ്റ് റേഡിയേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു പരിധിവരെ സൂര്യൻ്റെ ആയുസ്സിനെ പോലും പഠിക്കാൻ സാധ്യമാകുന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. എക്സ്റേ സ്പെക്ട്രോസ്കോപ്പിയിലും അതേ വിവരങ്ങൾ തന്നെയാണ്. അതിന് സമാനമായ വിവരങ്ങൾ, അതിൽ ഉൾപ്പെടുന്ന ഊർജ്ജത്തിൻ്റെ അളവ് എത്ര, അതെല്ലാം തന്നെ നമുക്ക് ഏതാണ്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ആ പ്രദേശത്തെ ധൂളികളുടെ പഠനം, അതായത് ആദിത്യ L1 എത്തിപ്പെടുന്ന ലാഗ്രാഞ്ചിയൻ പോയിന്റ് 1ൻ്റെ ധൂളികളുടെ പഠനം സംബന്ധിച്ച ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ആസ്പെക്സ് എന്ന് പറയുന്ന സംവിധാനം, അതുപോലെ തന്നെ പേപ്പ എന്ന് പറയുന്ന പ്ലാസ്മ അനലൈസർ, അതായത് അവിടെയുള്ള ദ്രവ്യത്തിൻ്റെ 4ാമത്തെ രൂപം ഏത് രീതിയിലാണ്, എത്ര ഇൻറ്റൻസിറ്റിയിലുണ്ട്, അതിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ത് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഈ ജ്യോതിശാസ്ത്ര പഠനത്തിൽ ഏറെ ഗൗരവമർഹിക്കുന്നതാണ്. ഇത്തരം പഠനങ്ങളെല്ലാം തന്നെ കൃത്യമായി അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മാനോമീറ്റേഴ്സ് അങ്ങനെയുള്ള ചില കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളും നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പഠനങ്ങൾ നടത്തുന്നതിനുള്ളൊരു സംവിധാനമാണ് ഈ ആദിത്യ L1 ഈ സാറ്റലൈറ്റ് കൊണ്ട്, ആദിത്യ L1 സൗര നിരീക്ഷണ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഷ്ണു. യെസ് ഐസൺ, ഇനി അടുത്ത ദൗത്യം അതായത് ഈ ഹാലോൺ ഓർബിറ്റിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇതിനുള്ള എൻജിൻ ജ്വലിപ്പിക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചോ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4-നും 4:30-നും ഇടയിൽ ഉള്ള സമയത്ത് ഈ ഓർബിറ്റിലേക്ക് പ്രവേശിക്കുമെന്നല്ലേ ISRO അറിയിച്ചിരുന്നത്? തീർച്ചയായും നമുക്കിപ്പോൾ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് 4-നും 4:30-നും ഇടയിൽ ഈ ഓർബിറ്റിൽ പ്രവേശിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ ISRO പുറത്തുവിടുമെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നുണ്ട്. 4 മണിക്ക് ഏകദേശം ഇപ്പോൾ 4:10 ആയി കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ഇപ്പോൾ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗികമായി ISROയിൽ നിന്നും പുറത്തു വരേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4-നും 4:30-ക്കും ഇടയ്ക്ക് കൃത്യമായി ഈ ലാഗ്രാഞ്ചിയൻ പോയിന്റിന് ചുറ്റുമുള്ള ഹലോ ഓർബിറ്റിൽ കൃത്യമായി വലം വയ്ക്കാൻ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഓർബിറ്റിൽ വലം വയ്ക്കുന്ന ആ പ്രവർത്തനം ആരംഭിക്കുമ്പോഴാണ് കൃത്യമായും ഈ നിരീക്ഷണം സാധ്യമാവുക. കാരണം ഇപ്പോൾ നേരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില വേരിയേഷൻസും ഡീവിയേഷൻസും ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നൊരവസ്ഥയായിരുന്നു ഇന്ന് 4 മണി വരെ ആദിത്യ L1-നുണ്ടായിരുന്നത്. ഇനി ആ സഞ്ചാരപഥത്തിൻ്റെ വേഗത കുറച്ച് കൊണ്ടുവന്ന് കൃത്യമായ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഗ്രാവിറ്റേഷൻ ഫോഴ്സോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായി ഒരു സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് നിലനിർത്തേണ്ടതുണ്ട്. അത്തരത്തിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ISRO അറിയിക്കുന്നത്. അതിനുള്ള മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുന്നു. ഇതിനെ കൃത്യമായി ആ പൊസിഷനിലേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിലെ വിവരങ്ങളനുസരിച്ച് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഭൂമിയിൽ നിന്നുള്ള സൗര നിരീക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഗ്രഹമായ ഈ ആദിത്യ L1 വിക്ഷേപിക്കുന്നതോടെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതോടുകൂടി ഭാരതത്തിൻ്റെ സ്പേസ് അസറ്റ്സും വളരെയധികം വർദ്ധിക്കുകയാണ്. കാരണം ലോകത്തിന് ആവശ്യമായ നിരവധി വിവരങ്ങൾ അടങ്ങുന്ന ഇത്തരം സംവിധാനങ്ങൾ ലഭ്യമാക്കുക എന്നത് ഏത് ശാസ്ത്ര ഗവേഷണ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്. അത്തരത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നീക്കങ്ങൾ ഇപ്പോൾ വീണ്ടും ഓരോന്നായി പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് ലാഗ്രാഞ്ചിയൻ പോയിന്റിലേക്ക് കൃത്യമായി എത്തുന്നതോടെ നമുക്കറിയാൻ സാധിക്കും ഈ ലാഗ്രാഞ്ചിയൻ പോയിന്റിലെ നിന്നുള്ള നിരീക്ഷണ റിസൾട്ടുകൾ ഉടൻ തന്നെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും ഇത്തരത്തിലുള്ള സൂര്യൻ്റെ സാന്നിധ്യം, സൂര്യൻ്റെ പഠനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നടക്കുന്നതിനും അതിൻ്റെ പഠനം തുടരുന്നതിനും ആവശ്യമായ ഘടകങ്ങളെല്ലാം തന്നെ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ അതിന് തയ്യാറെടുപ്പുകൾ നടത്തുക എന്നതിന് അനിവാര്യമായ ഒരു പരീക്ഷണമാണ് ഇന്ന് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വിഷ്ണു.
യെസ്, അത് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ISROയുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 4 മണിക്കും 4:30 ഇടയിൽ ഈ ഹാലോ ഓർബിറ്റിലേക്ക് പേടകം പ്രവേശിക്കുമെന്നാണ് ISRO അറിയിച്ചിട്ടുള്ളത്. ഐസൺ, എനിക്ക് തോന്നുന്നു ഇത് 4ാമത്തെ രാഷ്ട്രമാണ് സൗര പഠനത്തിന് ഒരുങ്ങുന്നത്. അതിൽ L1 പോയിന്റിലേക്ക് ഉപഗ്രഹ വിക്ഷേപണം നടത്തുന്ന ആദ്യ രാഷ്ട്രമാണ് ഭാരതം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. L1 പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയവും, അതായത് ഒരു വർഷത്തിൽ 365 ദിവസവും സൂര്യപ്രകാശം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റാണ് L1 പോയിന്റ്. ഈ പോയിന്റിലേക്ക് ഉപഗ്രഹ വിക്ഷേപണം നടത്തുകയും പഠനം നടത്തുകയും ചെയ്യുന്ന ആദ്യ രാഷ്ട്രമാണ് ഭാരതമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? തീർച്ചയായും ആദ്യ രാഷ്ട്രം തന്നെയാണ്. അതായത് ഈ പർട്ടിക്കുലർ പോയിന്റിലേക്ക് L1ലേക്ക്, ഇതിന് പുറമെ L5ലും L4ലും എല്ലാം തന്നെ കൃത്യമായി നിരീക്ഷണങ്ങൾ നടത്തുന്നതിനുള്ള ടെലസ്കോപ്പുകളെല്ലാം തന്നെ നേരത്തെ വിന്യസിച്ചിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു നിരീക്ഷണം നേരത്തെ സാധ്യമായിരുന്നു എങ്കിൽ കൂടി ലാഗ്രാഞ്ചിയൻ പോയിന്റ് 1ലേക്ക്, അതായത് ഈ കൃത്യമായി ഭൂമിയിൽ നിന്നും കൃത്യമായ നേർരേഖയിലുള്ള ഒരകലത്തിലുള്ള ലാഗ്രാഞ്ചിയൻ പോയിന്റിലേക്ക് 5 ലാഗ്രാഞ്ചിയൻ പോയിന്റുകളാണുള്ളത്. അതിൽ 1ാമത്തെ ലാഗ്രാഞ്ചിയൻ പോയിന്റിലേക്ക് ആദ്യമായി ഇത്തരത്തിൽ സാറ്റലൈറ്റുകളെ വിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഒരു നിരീക്ഷണ സംവിധാനത്തെ വിക്ഷേപിക്കുന്ന വിക്ഷേപിക്കുന്ന രാജ്യം ഭാരതം തന്നെ 4ാമത്തെ രാജ്യം ആണ്. ഇത്തരത്തിലേക്ക് സൂര്യനിരീക്ഷണം നടത്തുന്നതെങ്കിലും ഈ പോയിന്റിലേക്ക് വിക്ഷേപിക്കുന്ന ആദ്യ രാജ്യം തന്നെയാണ് ഭാരതം. തീർച്ചയായും ഭാരതത്തിൻ്റെ ഈ നേട്ടം ഏറെ ഗൗരവമുള്ള അല്ലെങ്കിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം ഭാവിയിലെ ഊർജ്ജ സ്രോതസ്സുകളെ സംബന്ധിച്ച് വിശാലമായ പഠനം നടത്തുന്നതിന്, ഭാവിയിലെ ഊർജ്ജ സ്രോതസ്സ് അല്ലെങ്കിൽ ഇനിയുള്ള കാലത്തെ ഊർജ്ജ സ്രോതസ്സ് എന്ന് പറയുന്നത് കൺവെൻഷണൽ ഊർജ്ജത്തിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു ഊർജ്ജ സ്രോതസ്സാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പ്രകാരം ഈ പേടകം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി എന്നുള്ളൊരു സ്ഥിരീകരണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. ഇന്ത്യ ക്രിയേറ്റ്സ് യെറ്റ് അനദർ ലാൻഡ്മാർക്ക്. ഇന്ത്യാസ് ഫസ്റ്റ് സോളാർ ഒബ്സർവേറ്ററി ആദിത്യ L1 റീച്ചസ് ഇറ്റ് ഡെസ്റ്റിനേഷൻ എന്നാണ് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത്. മറ്റൊരു ചരിത്ര നിമിഷത്തിന് കൂടി ഭാരതം സാക്ഷിയാകുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഐസൺ, തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഇപ്പോൾ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ട്വിറ്ററിലൂടെ ഔദ്യോഗികമായി ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഈ ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുകയാണ്. അത് തീർച്ചയായും ഒരു ലാൻഡ് മാർക്ക് വിജയം അല്ലെങ്കിൽ ഒരു നാഴികക്കല്ലായി മാറുന്ന വിജയം തന്നെയെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചതിൽ നിന്നും സത്യസന്ധമായ ഒരു വിശേഷണം തന്നെ. അതായത് ശാസ്ത്രരംഗത്ത് ഏറ്റവും വലിയൊരു നേട്ടത്തിനെ സാധ്യമാക്കുന്ന, നേട്ടം ഉറപ്പാക്കുന്ന ഒരു വിജയം ഭാരതം നേടിയിരിക്കുന്നുവെന്ന് അദ്ദേഹം തന്നെ വളരെ കൃത്യമായി പറയുന്നു. ഇത്തരത്തിലുള്ള ആ ദൗത്യങ്ങൾ ഇനിയും തുടരും. മാനവരാശിയുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഇത്തരം പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഇനിയും തുടരുമെന്ന പ്രതീക്ഷാനിർഭരമായ ഒരു വാക്കും അവസാനമായി വി വിൽ കണ്ടിന്യൂ ടു പെർസ്യൂ ദ ഫ്രണ്ടിയേഴ്സ് ഓഫ് സയൻസ് ആൻഡ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് വളരെ കൃത്യമായി പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഈ ഭാരതത്തിൻ്റെ സ്പേസ് ദൗത്യം അല്ലെങ്കിൽ ഈ ഭാരതത്തിൻ്റെ ബഹിരാകാശ ദൗത്യം എന്ത് എന്ന് വളരെ കൃത്യമായൊരു സന്ദേശം തന്നെയാണ് അതിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ വലിയൊരു നേട്ടം ഭാരതം നേടിയിരിക്കുന്നു. ഭാരതത്തിൻ്റെ വലിയൊരു നേട്ടം, ലോകത്തിൻ്റെ നെറുകയിലെത്തിയിരിക്കുന്ന ഒരു നേട്ടത്തെ വളരെ കൃത്യമായി പ്രധാനമന്ത്രി തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൽ നേരിട്ടിരുന്ന ഏറ്റവും പ്രധാനമായ ഒരു റിസ്ക് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട ഹെലോ ഓർബിറ്റിൽ ഇതിനെ കൊണ്ട് എത്തിക്കുന്നതിനും അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നതിനും തീർത്തും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനോ അല്ലെങ്കിൽ മറ്റ് നിയന്ത്രണങ്ങൾക്കോ ഒന്നും സാധ്യമല്ലാത്ത ഗ്രാവിറ്റേഷണൽ ആക്സിസുകളൊന്നും സാധ്യമല്ലാത്തൊരു പ്രദേശമായതുകൊണ്ട് തന്നെ കൃത്യമായി ആ സ്ഥലത്ത് ഇതിനെ പിടിച്ചു നിർത്തുക, അതായത് ഈ ആദിത്യ L1നെ പിടിച്ചു നിർത്തുക എന്നത് ഏറെ ശ്രമകരമായൊരു ദൗത്യമാണ് എന്ന് നേരത്തെ തന്നെ ശാസ്ത്ര സമൂഹം തന്നെ വ്യക്തമാക്കിയിരുന്നു. ISRO ചെയർമാൻ എല്ലാവരും തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആ കൃത്യമായ പൊസിഷനിലേക്ക് എത്തിക്കാൻ സാധിച്ചിരിക്കുന്നു, കൃത്യമായ ഹെലോ ഓർബിറ്റിൽ ഉപഗ്രഹത്തെ നിക്ഷേപിക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ISRO വിവരം തരുമ്പോൾ ISROയുടെ മാത്രമല്ല ലോകത്തിൻ്റെ, ഇന്ത്യയുടെ മുഴുവൻ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അല്ലെങ്കിൽ ശാസ്ത്രരംഗത്തുള്ള മികച്ച മുന്നേറ്റത്തിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. തീർച്ചയായും വലിയൊരു നേട്ടം തന്നെ നമ്മളുടെ ഭാരതം നേടിയിരിക്കുന്നു. ബഹിരാകാശ രംഗത്ത് ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് 2024 പിറന്നത് തന്നെ എക്സ്പോസൈറ്റ് എന്ന് പറയുന്ന എക്സ്റേ നിരീക്ഷണ ഉപകരണങ്ങളുടെ ബഹിരാകാശത്തെ എക്സ്റേ നിരീക്ഷണം സംബന്ധിച്ച ഉപഗ്രഹം വിക്ഷേപിച്ചുകൊണ്ടായിരുന്നു. ഇത്തരത്തിൽ തുടർച്ചയായി വിക്ഷേപണം, ഇത്തരത്തിൽ ശക്തമായ ഒരു വിക്ഷേപണ പശ്ചാത്തലം അല്ലെങ്കിൽ കൃത്യമായി വിക്ഷേപണങ്ങളും അതുപോലെ തന്നെ അനുരക്ഷണങ്ങളും അതുപോലെ സാറ്റലൈറ്റുകളുടെ അനുരക്ഷണങ്ങളും എല്ലാം തന്നെ നടത്തുന്ന
ഒരു വലിയ വർഷമായി തന്നെയാണ് തുടക്കം കുറിച്ചത്. നമുക്കറിയാം, എക്സ്പോസൈറ്റിൻ്റെ വിക്ഷേപണം നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ സ്പേസ് എക്സുമായി ഒരു കരാറിലെത്തിയിരിക്കുന്നു കുറേ കൂടെ ശക്തമായ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നതിന്. അത് ഏതാണ്ട് ഏപ്രിൽ, മെയ്, ജൂൺ ആ മാസങ്ങൾക്കുള്ളിൽ അത് വിക്ഷേപിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഈ വിമാനങ്ങളിലും അതുപോലെ തന്നെ സമുദ്രയാനങ്ങളിലും എല്ലാം വൈഫൈ പോലുള്ള കണക്ടിവിറ്റി സംവിധാനം ഐസാണ്. അതോടൊപ്പം തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി തന്നെയാണ് ട്വിറ്ററിലൂടെ ഈ ആദിത്യ L1 പേടകം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു എന്ന വാർത്ത ലോകത്തെ അറിയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഭാരതത്തിലെ ശാസ്ത്രമേഖലയ്ക്ക്, പ്രത്യേകിച്ച് സ്പേസ് മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു സർക്കാരായി നരേന്ദ്രമോദി സർക്കാർ മാറുകയല്ലേ? കാരണം നമുക്കറിയാം, കഴിഞ്ഞ ചന്ദ്രയാൻ ദൗത്യം, അതിനുശേഷം ഗഗൻയാൻ ദൗത്യം, പിന്നീട് ഇങ്ങോട്ട് ആദിത്യ L1 ഉൾപ്പെടെയുള്ളവയുടെ പരീക്ഷണങ്ങൾ ആ രീതിയിൽ തന്നെ ആയിരുന്നില്ലേ? തീർച്ചയായും ആദിത്യ L1 ഉൾപ്പെടെയുള്ളവയുടെ പരീക്ഷണങ്ങൾ ഈ രാജ്യത്തിൻ്റെ ബഹിരാകാശ രംഗത്തെ വൻ നേട്ടങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത്തരത്തിൽ ബഹിരാകാശ രംഗത്ത് മഹത്തായ പരീക്ഷണങ്ങൾ നടത്തുകയും നമുക്കറിയാവുന്നതാണ്, ഈ ചന്ദ്രയാൻ്റെ ആ വിക്ഷേപണ സമയങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായി നമ്മളോട് ശാസ്ത്ര സമൂഹം പ്രതികരിച്ചതുമാണ്. അത്തരത്തിലുള്ള ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വൻ പുരോഗതി കൃത്യമായി ലഭ്യമായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ശക്തമായ ഒരു ശാസ്ത്ര രംഗത്തെ ഏറ്റവും വലിയ നേട്ടം എന്നതിന് ഉപരി ഭാരതത്തിനെ ISRO, ഭാരതത്തിൻ്റെ ബഹിരാകാശ ഗവേഷണ രംഗത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന പ്രാധാന്യം, അല്ലെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദി നൽകുന്ന ആ ഗൗരവം തന്നെയാണ് ഇപ്പോൾ വെളിവായിരിക്കുന്നത്. നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നു, അദ്ദേഹം തന്നെ ഈ ആദിത്യ L1 എന്ന മികച്ച ഒരു മിഷന്, വലിയൊരു മിഷൻ അദ്ദേഹം തന്നെ നേരിട്ട് വളരെ കൃത്യമായി ട്വീറ്റ് ചെയ്ത് സമൂഹത്തെ അറിയിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം. തീർച്ചയായും ബഹിരാകാശ രംഗത്ത് ഈ കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരിക്കുന്ന മികച്ച നേട്ടങ്ങളുടെ ഒരു വലിയ കലവറ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല, ഈ 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ഓരോ മാസവും ഓരോ വിക്ഷേപണം വീതം നടക്കുമെന്നാണ് ISRO ചെയർമാൻ അറിയിച്ചത്. അതിനർത്ഥം തന്നെ വലിയ ഗവേഷണ പദ്ധതികൾക്ക് വലിയൊരു സാമ്പത്തിക പിന്തുണയും അതുപോലെ തന്നെ ധാർമ്മികവും അതുപോലെ തന്നെ മറ്റു മോട്ടിവേഷണലായ ഒരു പിന്തുണയും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു എന്നത് തന്നെയാണ്. സ്വാഭാവികമായും വലിയ നേട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു. സ്പേസ് രംഗത്തെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇക്കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ സ്പേസ് രംഗത്തും കമ്മ്യൂണിക്കേഷൻ രംഗത്തും ഭൗമനിരീക്ഷണ രംഗത്തും ഈ സാറ്റലൈറ്റ് ഓറിയൻറ്റഡായ ഗവേഷണ രംഗങ്ങളിലെല്ലാം തന്നെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ ഭാരതത്തിനായി എന്നത് ഒരു വസ്തുത തന്നെയാണ്. അത് തന്നെയാണ്. കഴിഞ്ഞ വർഷവും ഇനി വരുന്ന വർഷങ്ങളിലും സ്പേസ് രംഗത്ത്, ബഹിരാകാശ രംഗത്ത് വലിയ നേട്ടങ്ങൾ തന്നെയാണ് ISRO കുറിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഐസൺ, ഈ L1 പേടകം ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി നേരത്തെ ഐസൺ പങ്കുവച്ചതാണെങ്കിൽ ഒരിക്കൽ കൂടി ഈ L1-ന്റെ പഠന ലക്ഷ്യം, അതായത് ആദിത്യ L1-ന്റെ പഠന ലക്ഷ്യം എന്തൊക്കെയാണ്, ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കുക എന്നുള്ളത് ഒരിക്കൽ കൂടി ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായും വിഷ്ണു, ഇത് ഏറെ ഗൗരവമുള്ള പഠനങ്ങൾ ഏറെ നടക്കുന്ന ഒരു സംവിധാനമാണ് ആദിത്യ L1 എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അതീവ ഗൗരവമേറിയ വിഷയങ്ങളെ പരാമർശിക്കുന്ന അല്ലെങ്കിൽ അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്ന മഹത്തായ ഒരു ഗവേഷണം തന്നെയാണ് ഇപ്പോൾ ഇതിലെ ഓരോ പേലോഡുകളും അതിൽ നിന്ന് ലഭ്യമാകുന്ന ഡാറ്റകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഭാരതത്തിൻ്റെ എന്നല്ല ലോകത്തിൻ്റെ തന്നെ വലിയ സ്പേസ് അസറ്റുകളുണ്ട്. കമ്മ്യൂണിക്കേഷൻ രംഗത്തും ഭൗമനിരീക്ഷണ രംഗത്തും എല്ലാം തന്നെ, കാലാവസ്ഥാ നിരീക്ഷണ രംഗം, അതുപോലെ തന്നെ ഭൂപടം നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം, ഇത്തരത്തിൽ നിരവധിയായ സാറ്റലൈറ്റ് പ്രയോഗങ്ങളുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും നിരീക്ഷിക്കപ്പെടുന്ന, എല്ലാ ഘട്ടങ്ങളിലും സഹായമായി മാറുന്ന നിരവധി സാറ്റലൈറ്റുകൾ ലോകത്തിൻ്റെതായി, ലോകത്തിലെ പല രാഷ്ട്രങ്ങളുടേതായി ബഹിരാകാശത്തുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഇത്തരത്തിൽ ഭൗമനിരീക്ഷണ ഉപഗ്രഹങ്ങളെല്ലാം തന്നെ. മനുഷ്യൻ്റെ കുടിവെള്ളം മുതൽ മനുഷ്യന് ആണവ നിലയങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരെ, കാലാവസ്ഥ വരെ, ലോകത്തിൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും ബാധിക്കുന്ന എല്ലാ രംഗങ്ങളിലും സാറ്റലൈറ്റിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ വലിയൊരു സ്പേസ് അസറ്റാണ് നമുക്കുള്ളത്. ഈ വലിയ സ്പേസ് അസറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്പേസ് അസറ്റുകളെ തകർക്കുന്ന അല്ലെങ്കിൽ അതിന് വലിയ ഭീഷണിയാകുന്ന സോളാർ ഫ്ലയറുകളുണ്ട്. ഇത്തരത്തിലുള്ള സോളാർ ഫ്ലയറുകൾ അല്ലെങ്കിൽ സൗരവികിരണങ്ങൾ, സൗരവാദങ്ങൾ പുറപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ കൊറോണ എന്ന് പറയുന്നത്. സൂര്യൻ്റെ കൊറോണ എന്ന് പറയുന്ന ദൃശ്യമാകുന്ന ഭാഗം, സൂര്യനെ നമുക്ക് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന ഭാഗം. ഈ കൊറോണയെക്കുറിച്ച് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് എന്ന് പറയുന്നൊരു സംവിധാനം, അതിലെ
സോളാർ ഫ്ലയറുകളെ കുറിച്ച് പഠിക്കുന്നു. അതായത് ഈ സ്പേസ് അസറ്റുകളെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കാവുന്ന സോളാർ ഫ്ലയറുകൾ ഉണ്ടാകുന്നു, അവ ഭൂമിയിലെത്താൻ സാധ്യതയുള്ള പ്രദേശമേത്, അല്ലെങ്കിൽ ബഹിരാകാശത്തെത്താൻ സാധ്യതയുള്ള പ്രദേശമേത്, അവിടെയുള്ള സാറ്റലൈറ്റുകളിൽ ഇത് എന്ത് ആഘാതം സൃഷ്ടിച്ചേക്കാമെന്ന് മുൻകൂട്ടി കണ്ടറിഞ്ഞ് ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് എല്ലാം നൽകുന്നത് പോലെ സോളാർ ഫ്ലയറുകൾ സംബന്ധിച്ചൊരു മുന്നറിയിപ്പ് ലഭ്യമാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്പേസ് അസറ്റുകളെ കുറെ കൂടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനും അത്തരത്തിലൊരു മിറ്റിഗേഷൻ, അതായത് ബഹിരാകാശത്തെ ഒരു ദുരന്ത നിവാരണത്തിന് സാധ്യമാകുന്ന, അല്ലെങ്കിൽ ഈ സ്പേസ് അസറ്റുകൾ തകർന്നു പോകുന്ന ദുരന്തത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനത്തിനുള്ള അടിസ്ഥാന വിവരങ്ങളായിരിക്കും ഈ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് എന്ന് പറയുന്ന സംവിധാനത്തിൽ ലഭ്യമാകുന്ന ഡാറ്റകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോജനം. നിരവധി പ്രയോജനങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഈ ഇത്തരം ഡാറ്റകൾക്കുണ്ടാകും. അതുപോലെ തന്നെ നിരവധി ഗവേഷണ സംവിധാനങ്ങൾക്ക് PhD സ്റ്റുഡൻസിനെല്ലാം തന്നെ അനിവാര്യമായ നിരവധി ഡാറ്റ ഇതിൽ നിന്നും ലഭ്യമാകുമെന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. പിന്നീട് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പാണ്. അത് സ്വാഭാവികമായും അൾട്രാവയലറ്റ് റേഡിയേഷൻസിൻ്റെ ആ ഒരു സാന്നിധ്യം പഠിച്ച് അതിൽ നിന്നും എടുക്കുന്ന ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അപഗ്രഥനങ്ങൾ നടത്താനുള്ള ഡാറ്റകൾ ലഭ്യമാക്കുക എന്നതാണ്. അതുപോലെ പിന്നീടുള്ളതാണ് ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്ററും ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്ററും. അത് ഓർബിറ്റിംഗ് ഉണ്ട്, ഒരെണ്ണം ഓർബിറ്റിംഗ് അല്ലാത്തതുണ്ട്. അത്തരത്തിലുള്ള ചില സംവിധാനങ്ങളെല്ലാം തന്നെയുണ്ട്. ഈ എക്സ്റേ കുറിച്ചുള്ള പഠനങ്ങളാണ് അതിൽ നിന്ന്, അതായത് എക്സ്റേ പുറപ്പെടുന്ന സോഴ്സുകൾ, സൂര്യനിൽ നിന്നും എക്സ്റേ വികിരണങ്ങൾ പുറപ്പെടുന്ന സോഴ്സുകൾ സംബന്ധിച്ചുള്ള പഠനമാണ്. 20,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 50,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള ആ താപവ്യതിയാന മേഖലയിലാണ്, അല്ലെങ്കിൽ ആ സ്പെക്ട്രത്തിലാണ് ഇത്തരത്തിലുള്ള എക്സ്റേകൾ പുറപ്പെടുക. സ്വാഭാവികമായും ആ താപവ്യതിയാനം ഉണ്ടാകുന്ന പ്രദേശത്ത് നിന്നുള്ള എക്സ്റേ ഡാറ്റകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയുള്ള ചൂടിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ കാലാവധി, എത്ര കാലം ആ ചൂട് ലഭ്യമാകും, ഇതെല്ലാം തന്നെ ഭാവിയിലെ ഊർജ്ജ ഉപഭോഗത്തിന്, സോളാർ എനർജിയുടെ ഉപയോഗത്തിനാവാം. അതുപോലെ തന്നെ ഭൂമിയുടെ മറ്റു നിലനിൽപ്പ് സംബന്ധിച്ച, ഭൂമിയുടെ ആ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതിനും ഭൂമിയിൽ ഈ സസ്യങ്ങളെല്ലാം തന്നെ അവയുടെ പ്രജനനം നടത്തുന്നത്, അതുപോലെ തന്നെ സസ്യങ്ങൾ ഒരു ഉൽപ്പാദകരായി പ്രവർത്തിക്കാനുള്ള കാലാവധി എത്ര കണ്ടുണ്ട് എന്ന അതീവ ഗൗരവതരമായ പഠനങ്ങളിലെല്ലാം തന്നെ കൃത്യമായൊരു കാൽക്കുലസിലെത്താൻ സാധിക്കാവുന്ന വിവരങ്ങളായിരിക്കും ഈ എക്സ്റേ സ്റ്റഡിയിൽ നിന്നും നമുക്ക് ലഭ്യമാവുക. അതുപോലെ തന്നെ ആസ്പെക്സ്, പേപ്പ തുടങ്ങിയ മറ്റു 2 പേലോഡുകളും ഇതിലുണ്ട്. അത് ആസ്പെക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻ്റ് എന്നാണ്. അത് ഈ സൂര്യനിലെ നിരീക്ഷണമല്ല, മറിച്ച് ഈ ആദിത്യ L1 ചെന്നെത്തിയിരിക്കുന്ന ലാഗ്രാഞ്ചിയൻ പോയിന്റിലെ ധൂളികളെക്കുറിച്ചുള്ള പഠനമാണ്. ആ ധൂളികളെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഭൂമിയുടെ എവല്യൂഷൻ എവിടെ നിന്ന് ആരംഭിക്കുന്നു, അത്തരത്തിലുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങൾ മുതൽ ഭാവിയിൽ നമുക്ക് ലഭ്യമായേക്കാവുന്ന ഭാവിയിൽ നമുക്കുണ്ടായേക്കാവുന്ന മറ്റു സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായി, മറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ കൃത്യമായി പഠിക്കുന്നതിനും ഇത്തരത്തിലുള്ള ധൂളികളുടെ പഠനം സംബന്ധിച്ച് ഉള്ള നിരീക്ഷണത്തിൽ സാധ്യമാകും. അതുപോലെ തന്നെ ഇതും ലാഗ്രാഞ്ചിയൻ പോയിന്റ് 1 നടക്കുന്ന ഒരു പരിശോധനയാണ്. സമാനമായ മറ്റൊരു പരിശോധന ഇതേ രീതിയിലുള്ള ഒരു ഉപകരണം കൊണ്ട് തന്നെ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ L1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാപ്പ എന്ന് അതിനെ അബ്രിവിയേഷനായി പറയുന്നു എന്ന് മാത്രം. ഈ പാപ്പ എന്നതിൽ പരിശോധിക്കുന്നത് പ്ലാസ്മയുടെ സാന്നിധ്യമാണ്. അതായത് ഈ പ്ലാസ്മയുടെ സാന്നിധ്യം എന്നറിയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥ, അതായത് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ് എന്ന് പറയുന്നതിനപ്പുറത്തുള്ള ഒരു 4ാമത്തെ അവസ്ഥയുണ്ട്. ആ 4ാമത്തെ അവസ്ഥയിലേക്ക് എത്തിയ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം ആ പ്രദേശത്തുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പേപ്പ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ നിരവധിയായ പരീക്ഷണങ്ങൾ നടത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നത് പ്രപഞ്ചോൽപത്തിയെ തന്നെ കൃത്യമായി അപഗ്രഥിക്കാൻ സാധ്യമാകുന്ന, അല്ലെങ്കിൽ പ്രപഞ്ചോൽപത്തിയുടെ തുടക്കത്തെക്കുറിച്ച് അറിയാൻ സാധ്യമാകുന്ന ഒരു സംവിധാനമാണ്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്നുള്ള ഡാറ്റ നമുക്ക് ലഭ്യമാകുന്നതോടെ കേവലം സൂര്യനെക്കുറിച്ചുള്ള ഒരു പഠനം എന്നതിനപ്പുറം, സൂര്യനെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം എന്നതിനപ്പുറം, സൂര്യൻ ഭൂമിക്ക് എത്ര കണ്ട് കാലം പ്രയോജനകരമായിരിക്കും, എത്ര കണ്ട് ഉപയോഗപ്രദമായിരിക്കും സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം എന്നതുകൂടി കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇതുവഴി തുറന്നു കിട്ടുക. ഭാരതത്തിന്റെ പ്രഥമ സൗര ദൗത്യം തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 5 വർഷത്തോളം കാലയളവ് ഈ പേടകം L1 പോയിൽ ആദിത്യ L1 പരീക്ഷണങ്ങൾ നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആദിത്യ L1 നടത്തുകയും ചെയ്യും. ഐസൺ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വരും തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ശാസ്ത്ര ഗവേഷണം നടത്തുന്നവർക്കെല്ലാം നിർണായകമായ വിവരങ്ങൾ ഈ ആദിത്യ L1 നിന്ന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അല്ലേ? തീർച്ചയായും ശാസ്ത്ര പഠനങ്ങൾ, നിരവധി ശാസ്ത്ര പഠന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആകട്ടെ, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആകട്ടെ, ഇത്തരത്തിൽ നിരവധിയായ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ വളരെ കൃത്യമായി നടത്തുന്നുണ്ട്. അതായത് സ്പേസ് ഫിസിക്സിൻ്റെ രംഗത്ത് വലിയ സംഭാവനകൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഗവേഷണമാണ്. അതിന് അനുവർത്തിതമായ വിവരങ്ങൾ ലഭ്യമാകുന്ന ഒരു ഗവേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്.
കാരണം ഇത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിലൂടെ പ്രധാനമായും നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പരമപ്രധാനമായ വിവരങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ അപഗ്രഹിക്കുന്നതിലൂടെ പ്രപഞ്ചോൽപത്തി പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ്. അത്തരത്തിലുള്ള അതിലെ ഗവേഷണങ്ങളിലേക്ക് ഭാവിയിലുള്ള ഗവേഷണങ്ങൾ നടക്കുമ്പോൾ ആ ഗവേഷണങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ കൂടി ശേഖരിക്കുന്നതിന് പ്രയോജനകരമാകും എന്നതാണ് വസ്തുത. സൈസൺ, ഇപ്പോൾ ഡോക്ടർ കർത്ത ചേരുന്നുണ്ട് തത്സമയം ടെലിഫോൺ ലൈനിൽ. സാർ, ഐ എം ഫൈൻ. സാറിന് കേൾക്കാമോ ഞാൻ പറയുന്നത്? പറയൂ. ഓക്കെ, ഇപ്പോൾ ആദിത്യ L1 അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ റോക്കറ്റിൻ്റെ സംവിധാനങ്ങളിലൊക്കെ നിരവധി അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്താൻ സാധിക്കുന്നത്? എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്ന ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ധാരാളം സാറ്റലൈറ്റ്സ് വിടുന്നുണ്ട്. അപ്പൊ ഈ സാറ്റലൈറ്റ്സിന് ഡെഫിനറ്റ്ലി അതിന്റെ സൂര്യനിൽ നിന്നുള്ള ധാരാളം കിരണങ്ങളൊക്കെ ഇതിൽ പതിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത് തന്നെയല്ല, ഡോക്ടർ വാണിയ ബാപ്പു തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിനെ പറ്റിയാണ് അദ്ദേഹം മരിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്. അപ്പൊ അതില് അവരുടെ ഒരു മാഡം സംസാരിക്കുന്നതെന്ന് കേട്ടായിരുന്നു, അന്നപൂർണി. അവർ വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആസ് എൻ എഞ്ചിനീയർ, നോട്ട് ആസ് എ സയന്റിസ്റ്റ്, എനിക്ക് എഞ്ചിനീയറായിട്ട് തോന്നിയ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എത്രയാണെങ്കിലും ഈ സൂര്യകിരണങ്ങൾ നമ്മുടെ സാറ്റലൈറ്റിൽ പതിക്കും. അപ്പൊ അതിന് എന്തുമാത്രം ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഡാമേജ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഫ്യൂച്ചറിൽ കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം, ഒരു രക്ഷാ കവചം കൊടുക്കണം. അതാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത്. അപ്പാർട്ട് ഫ്രം ദിസ് ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഇതോടുകൂടി ലോകത്തിലെ 4ാമത്തെ രാജ്യമായി കഴിഞ്ഞു ഈ തരത്തിലുള്ള ഒരു അച്ചീവ്മെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു പ്രതിരോധം നമ്മുടെ സാറ്റലൈറ്റുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് അസറ്റുകളെ കൃത്യമായി ഇത്തരത്തിലുള്ള സോളാർ ഫ്ലെയറുകളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് ഏത് തരത്തിലുള്ള ഡാറ്റയായിരിക്കും നമുക്ക് ലഭ്യമാവുക? അത് ഫോർകാസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ആ ഫോർകാസ്റ്റ് ചെയ്തതിനനുസരിച്ച് നമുക്ക് ഏത് രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ സ്പേസ് അസറ്റിൻ്റെ കാര്യത്തിൽ ഒരുക്കാനാകുക? എനിക്ക് അത്രമാത്രം ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന് അതായത് സപ്പോസ് വെരി സിമ്പിൾ ഇൻഡിക്കേഷൻ ആണ്. പെട്രോൾ ഉണ്ടെങ്കിൽ വണ്ടി ഓടും, പെട്രോൾ ഇല്ലെങ്കിൽ വണ്ടി നിൽക്കും. അതാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അനുമാനിക്കാനേ പറ്റുള്ളൂ. ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇതിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, വാട്ട് ഈസ് എക്സ്റ്റെൻഡ് ഓഫ് ഇത് തന്നെ ഏതാണ്ട് എത്രയോ മൈലുകളിൽ വളരെ ദൂരെയാണ്. ഇന്ന് ഞാൻ വേറൊന്ന് വായിച്ചു, സിമിലർ തിങ് ഈസ് ഹാപ്പനിങ് ഇൻ നാസ പക്ഷെ അയക്കുന്ന ഉപഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്ട് 3.8 മില്യൺ മൈൽസിനടുത്തോടെയാണ്, ഈ സൂര്യന്റെ അടുത്തോടെയാണ് പോകുന്നത്. അതുമായിട്ട് നോക്കുമ്പോൾ നമ്മളൊരു ചെറിയൊരു കാൽവയ്പ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം ഡെഫിനറ്റ് ആണ്, വി ആർ ബെറ്റർ ദാൻ വാട്ട് വി വെയർ യെസ്റ്റർഡേ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്നും ധാരാളം ഇൻപുട്ട് ഉണ്ടാകുന്ന പ്രോബബ്ലി നമ്മളിപ്പോൾ ഒരു കടലാസ് കരിഞ്ഞു പോകുന്ന പോലെ ഒരു കട്ടിയുള്ള ഒരു ബുക്കിൽ എത്രയോ പേജുകളുണ്ട്, അതിലുള്ള ഓരോ പേജുകൾ കരിയുന്നത് പോലെ സംഭവിക്കാം. അപ്പൊ ആ തരത്തിലുള്ള ഉണ്ടെങ്കിൽ വാട്ട് ഈസ് എക്സ്റ്റെൻഡ് ഓഫ് ഡാമേജ് എന്ന് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഉദ്ദേശം മാത്രമല്ല, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു ബെറ്റർ ദാൻ അവർ ഹിസ്റ്ററി എന്ന് താങ്കൾ ഇപ്പോൾ പറയുകയും ചെയ്തു. അതായത് നമ്മുടെ ചരിത്രത്തിൽ നിന്നും വലിയ മുന്നേറ്റങ്ങൾ ഈ അടുത്ത സമയങ്ങളിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? അങ്ങനെയെങ്കിൽ എന്താണ് അത്തരത്തിലൊരു മാറ്റം ഉണ്ടായെന്ന് താങ്കൾക്ക് ഒരു മുൻ എഞ്ചിനീയർ എന്ന നിലയിൽ, ISROയുടെ തുടക്കകാലം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്നത്? അതെ, ഇത് തന്നെ ഒരു അച്ചീവ്മെന്റ് ആണ്. അതായത് എത്രയോ 123 125 ദിവസങ്ങൾ താണ്ടിയാണ് ഇതവിടെ എത്തിയിരിക്കുന്നത്. ഈ നമ്മൾ അയച്ച സാറ്റലൈറ്റിന് യാതൊരു ഡാമേജും ഉണ്ടായിട്ടില്ല. അത് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഭൂമിയിലേക്ക് നമുക്ക് വിവരങ്ങൾ അയക്കാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. സോ ദിസ് ക്യാൻ ബി വെരി ഞാൻ പറയുന്ന ഒരു മോഡൽ സ്റ്റെപ്പായിട്ട് കണക്കാക്കിയാൽ മതി. നമ്മൾ വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ പണ്ട് ചന്ദ്രനിൽ കുത്തിയപ്പോഴത്തേക്ക് കാലുകുത്തിയപ്പോൾ പറഞ്ഞ പോലെ ദിസ് ഇസ് എ മോഡൽ സ്റ്റെപ്പ്. പക്ഷെ ഇത് തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. എല്ലാവരും അച്ചീവ് ചെയ്യാത്തതാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ആ രീതിയിൽ തീർച്ചയായിട്ടും നമുക്കൊരു നേട്ടമാണ്. ഇത് നമുക്ക് എല്ലാത്തിനും ഉപരിയായിട്ട് കൂടുതൽ വിശ്വാസം തരും നമുക്ക്. ഇന്റർ പ്ലാനറ്ററി ട്രാവലിന്റെ അടുത്തത് വീനസിലോട്ടുള്ളതാണ്. അപ്പൊ അതിന് ഡെഫിനറ്റ്ലി ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് യൂസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
തീർച്ചയായും ഈ ഇൻ്റർപ്ലാനറ്ററി ട്രാവൽ അതായത് വീനസിലേക്കുള്ള യാത്ര, ആ യാത്രയിലെല്ലാം എന്താണ് ഇതിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുക? അപ്പോൾ നമുക്ക് സോളാർ വിസിബിൾ എമിഷൻ കൊറോണോഗ്രാഫി, അതുപോലെ തന്നെ ഈ എക്സ്റേ പഠനങ്ങൾ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ ഇൻസിറ്റു സിറ്റുവേഷൻ, അതായത് ലാഗ്രാഞ്ചിയൻ പോയിന്റിലെ ധൂളികളെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇത് ഈ വീനസിലേക്കുള്ള യാത്രയിൽ ഏത് രീതിയിലുള്ള ഡാറ്റയായിട്ടായിരിക്കും നമുക്ക് പ്രയോജനപ്പെടുക? എക്സാക്ട്ലി ഏത് രീതിയിൽ ഡേറ്റ വരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വൺ തിങ് ഇസ് ദയർ, നമുക്ക് ഏറ്റവും ഡാമേജിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്നത് കോസ്മിക് റേയാണ്. ഇപ്പൊ കോസ്മിക് റേയിൽ തന്നെ ധാരാളം നമ്മുടെ പണ്ട് ഡോക്ടർ സാരാഭായ് ആണെങ്കിലും പ്രൊഫസർ യു ആർ റാവു ആണെങ്കിലും അവരെല്ലാം ധാരാളം കോസ്മിക് റേയിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ കോസ്മിക് റേയിലെ തടഞ്ഞു നിർത്തുന്നത് മുഴുവനും നമ്മളുടെ ഓസോണിന്റെ അതിന്റെ ഒരു പ്രതലമാണ്. ഇറ്റ്സ് എ ലെയർ ഓഫ് ഓസോൺ, O3 എന്ന് പറയും. അപ്പൊ അതുപോലെ ഇതിൽ നിന്നും തീർച്ചയായിട്ടും എനി ഇൻഫർമേഷൻ, കലാം സാർ പറഞ്ഞിട്ടുണ്ട്, എനി ഔട്ട്പുട്ട് ഇസ് എൻ ഔട്ട്പുട്ട്. നമുക്ക് അതിനകത്ത് ഒരിക്കലും കുറച്ച് കാണിക്കാൻ പറ്റില്ല. ഇൻഫാക്ട് ഐ ഓൾവേസ് സെൻഡ് എ മെസ്സേജ് ടു ചെയർമാൻ, കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്, സോംനാഥിന്. ഓക്കെ, തീർച്ചയായും വലിയ അനുഭവങ്ങളുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ. താങ്കളുടെ ഒരു ഉപദേശങ്ങളും താങ്കളുടെ ഒരു അഭിപ്രായങ്ങളും ലഭ്യമായതിന് ഏറെ നന്ദി പറയുന്നു. തീർച്ചയായും ഇനിയും താങ്കളുടെ ആ നിരീക്ഷണങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കേണ്ടി വരും. വീണ്ടും ബന്ധപ്പെടാം. ഇപ്പോൾ താൽക്കാലികമായി ഒന്ന് വിട പറയുകയാണ്. ഇനിയും നമുക്ക് തുടർന്ന് കാണുകയും ചെയ്യാം. താങ്ക് യു, സർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ. ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 5 വർഷം ഇനി ആദിത്യ L1 പോയിന്റിൽ, ലഗ്രാഞ്ച് 1 പോയിന്റിൽ കൃത്യമായ പഠനം നടത്തും, വിവരങ്ങൾ ഭൂമിയിലേക്ക് കൈമാറും. വളരെ വലിയ ഒരു ദൗത്യത്തിനാണ് ISRO ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ചരിത്ര നിമിഷത്തിനാണ് ഭാരതം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ആദ്യ സൂര്യപഠന ഉപഗ്രഹമായ ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു. 15 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച് 126 ദിവസങ്ങൾ കൊണ്ടാണ് പേടകം അന്തിമ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചേർന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2-നായിരുന്നു ആദിത്യ L1 വിക്ഷേപണം. ഹാലോ ഓർബിറ്റിലേക്ക് ആദിത്യ L1 പ്രവേശിച്ചിരിക്കുന്നു. ഇനി 5 വർഷം ഇവിടെ ഈ ഹാലോ ഓർബിറ്റിൽ ഭ്രമണപഥം ചെയ്ത് സൂര്യനെ പറ്റി കൃത്യമായ രീതിയിൽ പഠിക്കും. L1 പോയിന്റിനെ കുറിച്ച് പഠിക്കും. ലോകത്തെ തന്നെ ആദ്യ രാഷ്ട്രമാണ് ഭാരതം L1 പോയിന്റിലേക്ക് ഉപഗ്രഹ വിക്ഷേപണം നടത്തുകയും അത് വിജയകരമാകുകയും ചെയ്യുന്നത്. വിക്ഷേപണം വിജയകരം ആയിട്ടുണ്ട്. അതിനുശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇനി പഠനം കൃത്യമായ രീതിയിൽ അടുത്ത 5 വർഷം അത് ശാസ്ത്ര ലോകത്തിന് നൽകുന്ന സംഭാവനകൾ, വിവരങ്ങൾ, അത് ഒരു വലിയ നിർണായകമായ വിവരങ്ങൾ L1 പോയിന്റിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ട്വിറ്ററിലൂടെയാണ് ഈ വിജയ വാർത്ത ലോകത്തെ അറിയിക്കുകയും ചെയ്തത്. സയൻസ് ഡെസ്കിൽ ഐസൺ ജോസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. ഐസൺ, L1 പോയിന്റിലേക്ക് ആദിത്യ L1 എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി അടുത്ത 5 വർഷം നിർണായകമായ വിവരങ്ങളാണ് ഭൂമിയിലേക്ക് എത്തിച്ചേരുക. തീർച്ചയായും 5 വർഷം ഇനി നിർണായകമായ നിരവധി വിവരങ്ങളാണ്. അതായത് ആ വിവരങ്ങളുടെ ഒരു വലിയ ഭണ്ഡാരം തന്നെയാണ് തുറക്കുക എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള നിരവധി നിരീക്ഷണങ്ങൾ, അതായത് നേരത്തെ ഇപ്പോൾ കർത്ത സാറെല്ലാം തന്നെ നമ്മളോട് പങ്കുവച്ചതുപോലെ നമ്മളുടെ ഭാരതത്തിൻ്റെയും അതുപോലെ തന്നെ ലോകത്തിൻ്റെയും സ്പേസ് അസറ്റുകൾ സംരക്ഷിക്കുന്നത് സംബന്ധിച്ച്, അതിൻ്റെ ഡിപ്ലീഷൻ ഉണ്ടാകുന്നത് മുൻകൂട്ടി കാണുന്നത് സംബന്ധിച്ചുള്ള വിശാലമായ പഠനങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമ്പോൾ തുടർ ഗവേഷണങ്ങൾ സാധ്യമാകുന്നു. ഈ സോളാർ ഫ്ലെയറുകളെ പ്രതിരോധിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയെന്ന് പഠിക്കാനും അത് സംബന്ധിച്ച് അതിനനുബന്ധമായ ഉപകരണങ്ങൾ നിർമ്മിക്കാനുമുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുന്നതോടെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വൻ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമെന്നതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത. കേവലം സൂര്യനെ നിരീക്ഷിച്ച് സൂര്യൻ്റെ സ്വഭാവത്തെ അനുസരിച്ച് ചില വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു എന്നതിനപ്പുറം ശാസ്ത്ര സമൂഹത്തിന്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്, അതായത് സ്പേസ് പ്രൊപ്പൽഷൻ എഞ്ചിനീയറിംഗിനും അതുപോലെ തന്നെ സാറ്റലൈറ്റ് എഞ്ചിനീയറിംഗും ആ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾക്കെല്ലാം തന്നെ വലിയൊരു ഊർജ്ജമാണ് ഈ വിജയം നൽകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത്തരത്തിലുള്ള വിജയങ്ങൾ ആവർത്തിക്കുന്നതിനനുസരിച്ചാണ് വീണ്ടും തുടർ ഗവേഷണങ്ങൾ പ്രായോഗികമായി നടപ്പാകുകയും അതിനുള്ള ഒരു ആത്മവിശ്വാസം ശാസ്ത്രജ്ഞരുടെ ഇടയിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും നെറുകയിലെത്തിക്കാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചന്ദ്രയാൻ തൊട്ട് അല്ലെങ്കിൽ ആദിത്യ L1 തൊട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ലോഞ്ച് ചെയ്ത എക്സ്പോസാറ്റ് തൊട്ട് ഉള്ള എല്ലാ ലോഞ്ചുകളിലും വിജയത്തിൻ്റെ വലിയൊരു കഥ തന്നെ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ ഗവേഷണങ്ങളെ സമീപിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നു എന്നത് തന്നെയാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. മാത്രമല്ല ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ, തുടർന്ന് ഗവേഷണങ്ങൾ നടക്കുമ്പോൾ മാനവരാശിക്ക് അത് നിരവധി
പ്രയോജനങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ്. എങ്കിലും ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഓരോ ഗവേഷണങ്ങളും, അതായത് സ്പേസ് ഗവേഷണവുമായി ബന്ധപ്പെട്ട് നിരവധി അനുബന്ധ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ അനുബന്ധ ഗവേഷണങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ, അത് സോഫ്റ്റ്വെയറുകളാകാം, സങ്കീർണ ശാസ്ത്ര സംവിധാനങ്ങളാവാം, അല്ലെങ്കിൽ ചെറിയ റെസിസ്റ്റൻസ് സംവിധാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് ബോർഡുകളിലെല്ലാം കാണുന്ന ചെറിയ സംവിധാനങ്ങളുണ്ട്, വളരെ ചെറിയ മൈക്രോ സൈസുള്ള സംവിധാനങ്ങളെല്ലാം ആയിരിക്കാം. അത്തരത്തിലുള്ളവയുടെ ഗവേഷണങ്ങൾക്ക് മുതൽക്കൂട്ടാവുന്ന നിരവധി വിവരങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില പ്രതിരോധങ്ങൾ, ഈ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില കെമിക്കലുകളുടെ ഇലക്ട്രോണിക് പ്രവർത്തനം എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ കൃത്യമായി അപഗ്രഥിക്കാൻ സാധിക്കുമ്പോൾ ഭാവിയിലുണ്ടാകുന്ന നമ്മളുടെ ഊർജ്ജം സംരക്ഷിച്ചുകൊണ്ട്, അതായത് വൈദ്യുതോർജ്ജത്തെ സംരക്ഷിച്ചുകൊണ്ട് കുറച്ച് ഊർജ്ജം ഉപയോഗിച്ച് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകൾ എങ്ങനെയെന്ന് ഉറപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഗവേഷണം നടത്തുന്നതിന് ഇതിനെല്ലാം തന്നെ സാധ്യമാകുന്ന ഒരവസ്ഥ ഈ ഗവേഷണ ഫലങ്ങൾ ലഭ്യമാകുമ്പോൾ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ നിരവധി വിവരങ്ങൾ, സൂര്യൻ്റെ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുന്നു, സൂര്യനെക്കുറിച്ചുള്ള തുടർ പഠനങ്ങൾ നടത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള വിവരങ്ങൾ, നിരീക്ഷിക്കപ്പെടുന്ന പ്രദേശത്തുള്ള വിവരങ്ങൾ, ഭാവിയിലുള്ള ഇൻ്റർസ്റ്റെല്ലാർ മൂവ്മെൻറ്റുകൾ, അതായത് ഭാവിയിൽ മറ്റ് ഗ്രഹങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള മനുഷ്യനെ എത്തിക്കുക അല്ലെങ്കിൽ മനുഷ്യനില്ലാത്ത പേടകങ്ങൾ എത്തിക്കുക എല്ലാം ചെയ്യുമ്പോൾ അതിനാവശ്യമായ വിവരങ്ങൾ എവിടെ നിന്നാണ്, എങ്ങനെയാണ് ശേഖരിക്കേണ്ടത്, അതിനുള്ള മുന്നൊരുക്കങ്ങൾ എങ്ങനെ നടത്തണം, അത്തരമുള്ള സംവിധാനങ്ങൾ, അത്തരം ഗവേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ റോക്കറ്റ് സയൻസിൻ്റെ അല്ലെങ്കിൽ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ മാത്രമല്ല, നമ്മളുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾക്ക് വരെ നാന്ദിയാകുന്ന ഒരു നീക്കമാണ്, അല്ലെങ്കിൽ ഒരു മുന്നേറ്റമാണ് ഭാരതത്തിന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ ഈ ലാഗ്രാഞ്ചിയൻ പോയിന്റിൽ വിജയദൗത്യം, അല്ലെങ്കിൽ ലാഗ്രാഞ്ചിയൻ പോയിന്റിൽ ഭാരതം തൻ്റെ കുടിപാറിപ്പിച്ചിരിക്കുന്നു. എവറസ്റ്റിന് മുകളിൽ കുടിപാറിച്ചതുപോലെ, അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ, ഭൂമിയിലുള്ള വലിയ സംരംഭങ്ങളിൽ നേട്ടങ്ങൾ നേടിയതുപോലെ നമ്മളിപ്പോൾ ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ ദൂരെയുള്ള ലാഗ്രാഞ്ചിയൻ പോയിന്റിൽ ഭാരതത്തിൻ്റെ കുടിപാറിച്ചിരിക്കുന്നു എന്നതിനപ്പുറം ലാഗ്രാഞ്ചിയൻ പോയിന്റിലെ നിരീക്ഷണങ്ങൾ കൃത്യമായി നടക്കുന്നു. സൂര്യനെക്കുറിച്ചുള്ള അടിസ്ഥാന ചിത്രങ്ങൾ നമ്മൾ ലഭ്യമാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഈ ഗവേഷണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. യെസ്, അതുതന്നെയാണ്. ആദിത്യനെ തൊട്ടിരിക്കുകയാണ് ഭാരതം. ഭ്രമണപഥത്തിലേക്ക് ആദിത്യ L1 എത്തിച്ചേർന്നിരിക്കുന്നു, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അടുത്ത 5 വർഷം കൃത്യമായ പഠനങ്ങൾ ആദിത്യ L1 സൂര്യനെക്കുറിച്ച് നടത്തുകയും ചെയ്തു. സൂര്യ പഠന ഉപഗ്രഹമായ ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് 15 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിജയവാർത്ത ലോകത്തെ അറിയിക്കുകയും ചെയ്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സയൻസ് ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ്.